ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓർഗനൈസ്ഡ് ഹോം മേക്കർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 13 ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സെറ്റ് ആവാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്താൽ നമുക്ക് ബെറ്റർ ഹോം മേക്കർ ആവാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ജോലികൾ ഒരു ദിവസം ചെയ്യാനുണ്ടാവും, പക്ഷേ ഏറ്റവും നല്ലത്, ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നതാണ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് തന്നെ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും എനർജി കൂടുതൽ, അല്ലേ? അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി എനർജി കുറഞ്ഞ സമയത്താണെങ്കിലും ബാക്കിയുള്ളത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാവുക എന്നുള്ളത് പാത്രം കഴുകുന്ന ജോലിയാവാം, അല്ലെങ്കിൽ തുണി മടക്കി വെക്കുന്നത്, അല്ലെങ്കിൽ തുണി എടുത്ത് വിരിച്ചിടുന്നത്, അല്ലെങ്കിൽ തുണികൾ കബോർഡിലോട്ട് എടുത്ത് വെക്കുന്നത്. ഇങ്ങനെ നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ടഫായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ വരുന്നത്, അത് ആദ്യം ചെയ്ത് തീർക്കുക. കൃത്യമായൊരു ലോണ്ട്രി റുട്ടീൻ ഫോളോ ചെയ്യുക. തുണികൾ പൈലപ്പായി കിടന്നാൽ തന്നെയും നമ്മുടെ വീട് ഒരു ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു രീതിയിലായിരിക്കും ഉണ്ടാവുക. എല്ലാ മുറിയിലും അവിടെ എവിടെയായിട്ട് തുണികൾ കിടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചെയറിലോ കട്ടിലിലോ എല്ലാം തുണികൾ കിടക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കിതൊരു റുട്ടീനായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത്ര ഭാരമാവില്ല. അപ്പോൾ നമ്മൾ വല്ല കാലത്തുമാണ്, വീക്കെൻഡ്സ് മാത്രമാണ് അലക്കുക എന്നുണ്ടെങ്കിൽ ഒത്തിരി തുണികൾ ഉണങ്ങി കിട്ടാനും ഒരുമിച്ച് ഉണങ്ങി കിട്ടുമല്ലോ. ഇപ്പോൾ ഡ്രയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴക്കാലമാണെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു ലോഡ് ലോണ്ട്രിയെങ്കിലും മസ്റ്റായിട്ട് ചെയ്യുക. ബാക്കി നമുക്ക് സമയവും പിന്നെ വിരിച്ചിടാനുള്ള സ്ഥലവും എല്ലാം നോക്കിയിട്ട് കൂടുതൽ ചെയ്യുക. ഈ അന്നന്നത്തെ ലോണ്ട്രി ഉണങ്ങി കിട്ടുവാണെങ്കിൽ അന്നന്ന് തന്നെ മടക്കി ഒതുക്കി വാർഡ്രോബിലോട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നൈറ്റിൽ തന്നെ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യുക. അതായത് അന്നന്നത്തെ പണികൾ കഴിഞ്ഞാൽ കിച്ചൺ നല്ല നീറ്റായിട്ട് തന്നെ ഇട്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടാവും, കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ലപോലെ തുടച്ചിടാനുണ്ടാവും, നമുക്ക് ബാക്കി വന്ന ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിലോട്ട് വെക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഫ്ലോർ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചിടാനുണ്ടാവും. ചിലർ ഇന്നും മോപ്പ് ചെയ്യുന്നവരുണ്ടാവും. ബാക്കി നമ്മുടെ കൗണ്ടേഴ്സും ടൈൽസും ഒക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ, അതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കിച്ചൺ റീസെറ്റായി നെക്സ്റ്റ് ഡേക്ക് ഫ്രഷായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ മാക്സിമം പോകാൻ നോക്കുക. ഇതൊരു ഹാബിറ്റാക്കി കൊണ്ടുവന്നാൽ നല്ല ഈസി ആയിരിക്കും. നമ്മുടെ ഫാമിലി എഴുന്നേൽക്കുന്നതിന് 30 മിനിറ്റ്സ് മുമ്പെങ്കിലും മിനിമം നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് മുന്നേ നേരത്തെ തന്നെ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 4 മണിക്കും 4:30ക്കും 5 മണിക്കും എല്ലാം എഴുന്നേൽക്കുന്നവരുണ്ട്. ഏർലി മോർണിംഗിൽ തന്നെ എണീറ്റ് ശീലമുള്ളവരാണെങ്കിലും അത് എൻജോയ് ചെയ്യുന്നവരാണെങ്കിലും ഡെഫിനറ്റ്ലി എഴുന്നേൽക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിലും ഒരു 30 മിനിറ്റ്സ് മുമ്പേ എഴുന്നേറ്റാൽ നമുക്കായിട്ട് തന്നെ ഒരു ടൈം കിട്ടും. ആ ഒരു ടൈമിൽ എന്തായാലും ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല, ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ഡേ തുടങ്ങാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഓവറോൾ ഹാപ്പിനെസ്സിനും കാംനെസ്സിനും. പിന്നെ അങ്ങോട്ട് ആ ഒരു ഡേയിൽ മൊത്തം കെയോസ് ആയിരിക്കും, ഒത്തിരി കാര്യങ്ങൾ വരും, ആകെ ഒരു ബഹളമൊക്കെ ആയിരിക്കും. അപ്പം അതിനെയൊക്കെ നേരിടാനുള്ള എനർജി നമ്മുടെ ഈ മൈൻഡിന് ഒന്ന് കാം കൊടുക്കുന്നതിലൂടെ കിട്ടും. ആ സമയത്ത് നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ടു ഡു ലിസ്റ്റ് എഴുതാം, യോഗ, എക്സസൈസ്, അതല്ലെങ്കിൽ കുറച്ച് നേരം വെറുതെ ഇരിക്കുമോ, അത് നമ്മുടെ ഇഷ്ടമാണ്. എന്ത് ചെയ്യുമ്പോഴാണോ നമുക്കൊരു സമാധാനം എല്ലാം കിട്ടുന്നത് അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിലാക്സ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ദിവസത്തെ കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. തലേദിവസം നൈറ്റോ ഈവനിങ്ങോ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് രാവിലത്തെ ഹറി ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പല കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം, അല്ലെ? വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാം, ഫിഷോ ചിക്കനോ അല്ലെങ്കിൽ പനീറോ ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ എന്തെങ്കിലും റൈസൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബസ്മതി റൈസൊക്കെ കുക്ക് ചെയ്ത് വയ്ക്കാം.
പാസ്ത കുക്ക് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന തേങ്ങ ചിരവി വെക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഇങ്ങനെ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇങ്ങനെ അടുപ്പിച്ച് എല്ലാം സെറ്റാക്കി വെക്കുമ്പോൾ നമ്മുടെ രാവിലത്തെ ഹറിബറി ഒഴിവാക്കാനും രാവിലെ കുറേ കൂടി കാം ആൻഡ് പീസ്ഫുള്ളായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും തന്നെ ആ മോർണിംഗ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മളും അതുപോലെ നമ്മുടെ കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും ഒരു പ്രശ്നങ്ങളിൽ കൂടേനേക്കാളും നല്ലൊരു ഹാപ്പി ടൈം ഉണ്ടാവും. അപ്പം അവരുടെ സ്കൂളിലോട്ടോ ഓഫീസിലോട്ടോ ഉള്ള സമയവും നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ഡേ, നമ്മളൊരു ഹോം മേക്കർ ആണെങ്കിൽ നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ നമ്മൾ വർക്കിലോട്ട് കയറുവാണെങ്കിൽ ആ ടൈമും നല്ലൊരു ഹാപ്പി സ്റ്റാർട്ട് കിട്ടാനും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് യൂഷ്വലി മിക്ക ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കുക. അത് ഫുഡായിട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്കിഷ്ടമുള്ളൊരു ഷോ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ കുറച്ച് നേരം കുറച്ചൊന്നും നമ്മളെ തന്നെ പാമ്പർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാവാം. എന്താണെങ്കിലും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെക്കുക. എന്ത് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ളൊരു കാര്യം ഒരു 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി അലോക്കേറ്റ് ചെയ്യുക. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കും. നമ്മൾ വീട്ടിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുക. ഹസ്ബൻഡായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും നമ്മൾ അത് ഫോഴ്സ്ഫുള്ളി പറയുന്ന പോലെയല്ല, നമ്മൾ അവരുടെ നമ്മുടെ കാഷ്വൽ ടോക്കിൽ കൂടെ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് അവരെ അറിയിക്കുക. അതായത് ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നതാണ് അല്ലേ. അപ്പോൾ ആ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഈവൻ ഒരു ഹോം മേക്കർ ആണെങ്കിൽ കൂടിയും എല്ലാവർക്കും എല്ലാത്തിലും ഇൻവോൾവ് ആവാം. മക്കൾക്കും അതുപോലെ ഹസ്ബൻഡിനും എല്ലാം നമുക്ക് ഇൻവോൾവ് ആയിക്കൊണ്ട് ചെയ്യുന്നതാണ് ആ വീട്ടിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരാൾ മാത്രം കഷ്ടപ്പെട്ട് മടുത്ത് ഒരു ദിവസം അവസാനിപ്പിക്കുന്നതിനേക്കാളും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് ആ വീട്ടിൽ സന്തോഷം നിറയ്ക്കാനും വീട് കൂടുതൽ ഓർഗനൈസ്ഡ് ആവാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ അടുത്ത തലമുറയിലും ഇനിയത്തെ വരുന്ന തലമുറയിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുകയും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നൊരു രീതിയിലോട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. അത് കൂടുതലും കുട്ടികൾ ചെറുപ്പത്തിലേയും നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ന്യൂലി മാരീഡ് ഗേൾസ് ഉണ്ടെങ്കിൽ ഇത് നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കുക. ഹസ്ബൻഡുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾ നല്ലൊരു രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും. കുട്ടികൾ അവരവരുടെ സാധനങ്ങൾ എടുത്ത് പഠിക്കട്ടെ. കുറച്ച് ടഫാണ്, ചെറുപ്പത്തിലേ ശീലിക്കാൻ വേണ്ടി നോക്കുക. അവരവരുടെ ചപ്പൽ, അവരുടെ ടോയ്സ് അവർ തന്നെ എടുത്തു വയ്ക്കുക. അവരുടെ ബുക്സ് തിരിച്ച് പ്ലേസിൽ വെക്കുക. അവരുടെ യൂണിഫോം സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഗേൾസ് ആണെങ്കിൽ അവരുടെ മുടി കെട്ടി വെക്കാനുള്ള ശീലിപ്പിക്കുക. ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ സ്വയമേ ചെയ്യാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കുട്ടികൾ വളരട്ടെ. ഭാവിയിൽ അത് അവർക്കും നല്ലതാണ്. അതുപോലെ നമുക്കാണെങ്കിലും കുട്ടികൾ ഗ്രാജ്വലി പിക്കപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ നമ്മൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് അവരെ ഓരോ കാര്യങ്ങളിലും സ്വയം പ്രാപ്തരാക്കുന്നതിലൂടെ ആ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുത്താൽ ഏത് സമയത്തും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി നമ്മളും കുറച്ച് ഫ്രീ ആവാനും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ഒരുമിച്ച് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ കഴിയുമെങ്കിൽ മീൽ പ്ലാൻ ചെയ്യുക. മീൽ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അത് നമ്മളുടെ ഒത്തിരി അങ്ങ് ഷോപ്പ് ചെയ്ത് പോവാതെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ മീൽ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കാനും നേരത്തെ തന്നെ എന്തൊക്കെ വേണം എന്നുള്ളത് നല്ലൊരു മീൽ പ്ലാനിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം അത് ഞാനിവിടെ എല്ലാം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ആ ഗുണങ്ങളെല്ലാം തന്നെ എന്താ പറയുക, നമുക്ക് അനുഭവിച്ച് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ മീൽസ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ മീൽ പ്ലാൻ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ചിലർക്ക് അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് അന്നന്നത്തെ പ്ലാൻ അന്നന്നിട്ട് പോകുന്നതാണ് ചിലർക്ക് നല്ലത്. അപ്പോൾ കഴിയുന്നത് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി നോക്കുക.
പിന്നെ ഒരുപാട് മീൽ പ്ലാനിങ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഇപ്പം ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും, ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് മീൽ പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയാണ് സ്യൂട്ട് ചെയ്യുന്നത്, കാരണം ആരുടെയും മീൽ പ്ലാൻ നമുക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, ചിലപ്പം അന്നന്ന് ഉണ്ടാക്കുന്നവരായിരിക്കും, ചിലർ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നവരായിരിക്കും. നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജോലിയും നമ്മുടെ കുട്ടികളുടെ ഭക്ഷണ രീതിയും ഒക്കെ അനുസരിച്ച് മീൽ പ്ലാൻ മാറും. അപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ഇൻസ്പിറേഷൻസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാൻ പറ്റും, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് സെറ്റാവണമെന്നില്ല. എനിക്ക് വലുതായിട്ട് സെറ്റായിട്ടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണ് കൂടുതലും പ്ലാൻ ചെയ്യാറ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടും നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കുമല്ലോ. അപ്പം ഫുള്ളി നമ്മൾ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് മീൽ പ്ലാനാണ് ഞാൻ ചെയ്യാറ്. എല്ലാം ഒന്ന് പേപ്പറിലോട്ട് പകർത്തി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആസ് എ ഹോം മേക്കർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ്. കൂടെ വർക്കിങ്ങും കൂടിയാണെങ്കിൽ അത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ നോട്ട്സിൽ നമ്മളിത് നോട്ട് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നോട്ട് ഡൗൺ ചെയ്യുക. ഗ്രോസറി ലിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ല് പേ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ വന്ന് പറയുന്നത് നോട്ട് ഡൗൺ ചെയ്യുന്നതാണ്. എന്താണെങ്കിലും നമ്മൾ എഴുതുക, ടു ഡു ലിസ്റ്റ് എഴുതുക. ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരുപാട് നോട്ട് പാഡ്സും എല്ലാം കിട്ടും. അപ്പോൾ അന്നന്നത്തേക്കും അല്ലെങ്കിൽ മന്ത്ലി വേണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് എപ്പോൾ ഓർമ്മ വരുന്നോ അതനുസരിച്ച് നമുക്ക് എഴുതി വയ്ക്കാം. ഇപ്പം ആസ് എ യൂട്യൂബർ നമുക്ക് വീഡിയോ ഐഡിയാസ് വരുന്നത് എല്ലാം പെട്ടെന്നായിരിക്കും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ. അത് അപ്പോൾ കൂടുതലും ഈ നോട്ട് ഡൗൺ ചെയ്ത് ഒരു ലിസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും വിട്ടുപോകില്ല, കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് ആവുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ക്ലീനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോം മേക്കിങ്ങിൽ. അപ്പോൾ അതിനും ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ, വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങൾ, മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ 6 മന്ത്സ് കൂടുമ്പോൾ, 1 ഇയർ കൂടുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോ വീട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത്, ഇപ്പോൾ ഡെയിലി വരുന്ന കാര്യങ്ങൾ കൂടുതലും നോട്ട് ഡൗൺ ചെയ്യാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം അല്ലേ. ഡെയിലി നമുക്ക് പാത്രം കഴുകാനുണ്ടാവും, വീട് സെറ്റ് ചെയ്യാനുണ്ടാവും, തുണികൾ മടക്കി വയ്ക്കാനുണ്ടാവും, കുട്ടികളുടെ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മളൊരു റുട്ടീനായിട്ട് ചെയ്തു പോകുന്നതായിരിക്കും. ഇതുകൂടാതെ വീക്ക്ലി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അതുപോലെ മന്ത്ലിയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതൊരു ലിസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മളിങ്ങനെ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്താൽ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് അത് ബ്രേക്ക് ചെയ്താലും നമ്മൾ വീണ്ടും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ലോലി നമുക്കത് പിക്ക് ചെയ്യാനും ആ റുട്ടീൻ നമ്മളുടെ ഒരു എന്താ പറയുക സിസ്റ്റമായി മാറാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. ആ സിസ്റ്റം സ്ലോലി നമ്മളുടെ കുട്ടികളിലേക്കും നമ്മുടെ വീടിൻ്റെ ഒരു സിസ്റ്റമായിട്ട് തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഓരോ ദിവസവും നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ. ഓർഗനൈസ്ഡ് ഹോമിന് നമുക്ക് എസെൻഷ്യലായിട്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിക്കപ്പ് റുട്ടീൻ എന്നുള്ളത്. അതായത് എല്ലാ ദിവസവും ഒന്ന് നമ്മുടെ വീട് മൊത്തം ഒന്ന് നടന്ന് മാറിക്കിടക്കുന്ന സാധനങ്ങൾ തിരിച്ചെടുത്ത് വയ്ക്കുക. ഇത് മുന്നേയും പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ക്ലീനിങ്ങിനായിട്ട് ഡിഫറെൻ്റ് ആണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊടി തൊട്ട് അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അതല്ല, സാധനങ്ങൾ അതതിൻ്റെ പ്ലേസിലോട്ട് തിരിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇത് വീട് നല്ല ഒതുങ്ങിയും ഒരു ടൈഡി ആയിട്ട് ഇരിക്കുന്നതായിട്ടും എത്ര നമ്മൾ നീറ്റാക്കിയാലും അതത് പ്ലേസിൽ സാധനങ്ങൾ ഇരുന്നില്ലെങ്കിൽ വീടിന് ആ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ എല്ലാ റൂമിനും മാക്സിമം ഒരു 5-10 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കരുത്. 5 മിനിറ്റ് എടുക്കാനേ പാടുള്ളൂ നമ്മുടെ ഓരോ റൂമും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. അതിൽ കൂടുതൽ എടുത്താൽ ആ റൂം ഓർഗനൈസ്ഡ് അല്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അതിൽ ക്ലട്ടർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഡീക്ലട്ടർ ചെയ്തും കൊണ്ട് ആ റൂമിനെ കുറച്ചും കൂടി
നമ്മുടെ കയ്യൊതുക്കത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് പറയാനുള്ളത്, നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ പ്രഷറൈസ് ചെയ്യാതിരിക്കുക, നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക. നമുക്കൊരു ദിവസം വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കുക. ഒരു എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല ഹോം മേക്കർ ആവാനുള്ള തത്രപ്പാടിൽ നമ്മളെ തന്നെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് കളയരുത്. മാക്സിമം ട്രൈ ചെയ്യുക, സ്ലോലി ഇമ്പ്രൂവ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ഹാപ്പി ഓർഗനൈസ്ഡ് ഹോം മേക്കർ ആവാൻ നിങ്ങൾക്ക് പറ്റട്ടെ. സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതാണ് നമുക്കുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ എന്തായാലും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.